ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് നടന്നത് ശരിക്കും പറഞ്ഞാൽ നാടകീയമായിട്ടുള്ള ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു. പ്രത്യേകിച്ച് ആ കിച്ചണിലുണ്ടായ ഒരു ഫൈറ്റ് അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഫൈറ്റ് ആണ്. കാരണം നെവിൻ അത് ലാഘവത്തോടെ എടുത്തിരിക്കുകയാണ്. ഇറങ്ങി പോകുന്നെങ്കിൽ പോകാം എന്നും പറഞ്ഞാണ് നെവിൻ അവിടെ നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ തോന്നുന്ന ഒരു കാര്യമുണ്ട്. ശരിക്കും ബിഗ് ബോസ് ഇവരെ മൂന്നുപേരെയും ഒന്ന് എക്സ്പോസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കിച്ചൺ അല്ല ക്യാപ്റ്റൻസി മനഃപൂർവ്വം കൊടുത്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് അന്ന് ഞാൻ കഴിഞ്ഞൊരു ദിവസത്തെ റിവ്യൂവിൽ പറഞ്ഞതുപോലെ ഇവർക്ക് 7ന്റെ പണി കൊടുത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കില്ല. ഇവിടെ ഇപ്പോൾ ശരിക്കും നടന്നത് എന്താന്ന് വെച്ചാൽ ആര്യൻ, അക്ബർ, എസ്പെഷ്യലി നെവിൻ, ഇവരുടെ മൂന്നുപേരുടെയും റിയൽ ഫേസ് എക്സ്പോസ്ഡ് ആയി എന്ന് വേണം പറയാൻ. അക്ബർ ഓൾറെഡി എക്സ്പോസ്ഡ് ആണ്, ഓക്കെ ഫൈൻ. അത് വന്ന കാലം മുതലേ അക്ബർ എക്സ്പോസ്ഡ് ആണ്. ഫുൾ ഓഫ് നെഗറ്റീവ് ആണ്, ഒരു പോസിറ്റീവ് കാര്യം പോലും ഇല്ല. ഓക്കെ, പോസിറ്റീവ് കാര്യം ഇല്ലെന്നല്ല, പക്ഷെ ഫുൾ ഓഫ് മാക്സിമം എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ആണ് അക്ബറിന്റെ ഭാഗത്തു നിന്നുള്ളത്. ബട്ട് നെവിൻ എന്ന് പറയുന്നത് അവിടെ എന്റർടൈൻമെന്റ് ഫാക്ടർ കൊടുത്ത ഒരു വ്യക്തിയാണ്. നെവിന് നെഗറ്റീവ് ഉണ്ടെങ്കിലും നെവിൻ പക്ഷെ പോസിറ്റീവായിട്ട് പുറത്ത് കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നെവിൻ ഈ ഒരാഴ്ച അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുതൽ ഈ ഒരാഴ്ച മുതൽ നെവിൻ കാണിച്ചു കൂട്ടുന്നത് അത്രയും ഫുൾ ഓഫ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫുൾ ഓഫ് നെഗറ്റീവ്. അത് പ്രേക്ഷകരെ മാറി ചിന്തിച്ചു തുടങ്ങും. നെവിനെ ഔട്ടാക്കാനേ പ്രേക്ഷകർ പറയുന്നുള്ളൂ. കമന്റ് ബോക്സ് കാണുമ്പോൾ നോക്കാം. ഈ 3 പേരും റിയലി എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. മാത്രമല്ല ആര്യൻ ഇന്ന് ശരിക്കും ഡബിൾ മീനിങ് പറഞ്ഞത് പോരാനിട്ട് ന്യൂറൻ ആരോപണം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണല്ലേ, നമുക്ക് റിവ്യൂ ചെയ്യാം വിശദമായിട്ട് തന്നെ. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാണ് കമന്റ് ചെയ്യുക, ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ശരിക്കും ഉള്ള കാര്യം പറയാൻ ഈ 3 പേരെ കുറിച്ച് 2 വാക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. നെവിൻ, അക്ബർ, ആര്യൻ, ഇവര് അട്ടർ ഫ്ലോപ്പായി പോയിരിക്കുകയാണ്. റിയലി ഇവര് എക്സ്പോസ്ഡ് ആയിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇനി അടുത്ത ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ ഫിനാലെ ആയി. സത്യമായിട്ട് ഇവർക്ക് എന്തിന്റെ കേടായിരുന്നു? മര്യാദക്ക് സത്യം പറഞ്ഞ ടിക്കറ്റ് ഫിനാലെ എന്ന് പറയുന്നത് ഗെയിമിന്റെ എൻഡാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുക്കും, അത് കളിച്ച് അവിടെ നിൽക്കും. പിന്നെ ഫിനാലെ വീക്കാണ്, റീയൂണിയൻ കാണും, അതുപോലെ തന്നെ പണപ്പെട്ടിയും കാണും. അല്ലാതെ ഇവർക്ക് ഇനി ഗെയിം ഇല്ല ടിക്കറ്റ് ഫിനാലെ കഴിഞ്ഞാൽ. പക്ഷെ ഇത് ഗെയിമല്ല. ഗെയിം ആണെങ്കിൽ പോട്ടെ, ഗെയിം അല്ല. ടിക്കറ്റ് ഫിനാലെ നന്നായിട്ട് കളിച്ച് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്യാൻ നോക്കാനായിരുന്നു ഇവര് മെനിഞ്ഞാന്ന് വരെ നോക്കിയത്. ഇത് അങ്ങനെയായിരുന്നു. കാരണം മെനിഞ്ഞാന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. പക്ഷെ ഇവർക്ക് ഇത് പേഴ്സണൽ ഗ്രഡ്ജാണ്. പേഴ്സണൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ എടുത്തിട്ട് ഇവർ ഓരോ കാര്യങ്ങൾ കാണിച്ചു കൂട്ടുന്നതാണ്. എസ്പെഷ്യലി നെവിൻ അവിടെ പേഴ്സണലി ഒരു ഹേർട്ട് ചെയ്യുന്നത് വളരെ മോശം കാര്യമാണ്. എസ്പെഷ്യലി അനിമോളെ വളരെയധികം നെവിൻ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അതാണ് ഇന്ന് കണ്ടത്. ശരിക്കും എന്താണ് നടന്നതെന്ന് പറയാം, റിവ്യൂ ചെയ്ത് തന്നെ പറയാം. അപ്പം രാവിലെ ഒരു 5:45 മണി ആയപ്പോ തന്നെ അനീഷ് എഴുന്നേച്ച് വന്നിട്ട് അനിമോളോട് സോഫയിൽ കയറി കിടക്കാൻ പറയാണ്. അപ്പൊ അനിമോള് സോഫയിൽ കയറി കിടക്കാൻ റെഡി ആവുന്നില്ല. അപ്പൊ അനീഷ് എന്ത് ചെയ്തു? അനീഷിന്റെ ബ്ലാങ്കറ്റും പില്ലോ എല്ലാം കൂടെ അനിമോൾക്ക് കൊണ്ടുകൊടുക്കുകയാണ്. ഒരു കാര്യം പറയാം, ഈ അനിമോൾക്ക് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള എല്ലാ എയ്ഡും കൊടുക്കുന്നത് ബാക്കിയുള്ളവർ തന്നെയാണ്. പറയാതിരിക്കാൻ പറ്റൂല. ഇന്നലെ ആ വെള്ളം ഒഴിക്കേണ്ട എന്ത് കാര്യമായിരുന്നു അനിമോക്ക്? നെവിന് എന്തിന്റെ കാര്യം നെവിൻ ഉണ്ടായിരുന്നത്? ഈ ആര്യനല്ലേ വെള്ളം കൊണ്ടു കൊടുത്തത്. അങ്ങനെ വെള്ളം അതിന് വീഴ്ത്തിയോണ്ടല്ലേ അനിമോക്ക് അവിടെ പോയി കിടക്കേണ്ടി വന്നത്. അത് അനിമോക്ക് കണ്ടന്റായി. അപ്പൊ ഇനി മറ്റ് PR-കൾ അനിമോളെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അനിമോളെ PR വർക്കാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അനിമോക്ക് അറിയാം അനിമോക്ക് എങ്ങനെ ഗെയിം കളിക്കണം, അനിമോക്ക് എങ്ങനെ കണ്ടന്റ് കൊടുക്കണമെന്ന്. അതാണ് അനിമോൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അനിമോക്ക് കണ്ടന്റ് എടുക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന മറ്റുള്ളവർ തന്നെയാണ്. എസ്പെഷ്യലി ഇപ്പൊ തന്നെ നെവിനാണ് ഇപ്പൊ അവിടുത്തെ PR വർക്കർ അനിമോളുടെ. അങ്ങനെ അത് അവിടെ കഴിഞ്ഞു. മോർണിംഗ് സോങ് കേൾക്കുകയാണ്. മറ്റേ പോക്കിരി രാജ സിനിമയിലെ പാട്ടാണ്. ഇതിന് ശേഷമാണ് കിച്ചണിലെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചണിലെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് മാറ്റർ എന്താണെന്ന് വെച്ചാൽ, ഈ അനിമോൾ എല്ലാ വെസലെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിലൊരു വെസല് കഴുകിയപ്പം അത്ര വൃത്തിയായില്ല. എന്ന് വെച്ചാൽ പൊടിയോ എന്തോ കിടന്നു എന്ന് പറഞ്ഞ് വൃത്തിയായില്ല. ശരിക്കും പറഞ്ഞാൽ നേരത്തെയുള്ള എല്ലാ കിച്ചൺ ടീമും ഇൻ കേസ് അവർ ഇരുട്ടത്ത് കഴുകുന്നതുകൊണ്ട് വൃത്തിയായില്ല, വലിയ വൃത്തി ഉണ്ടായില്ലെങ്കിൽ അവർ കിച്ചൺ ടീമിലുള്ളവർ തന്നെ അത് കഴുകി എടുക്കുമായിരുന്നു. അപ്പൊ ഇതെന്താണ്? ഇത് ശരിക്കും ഇവർക്ക് പാത്രം ഇല്ലാഞ്ഞിട്ടല്ല.
ഇവർക്ക് പാത്രം ഇല്ലാനിട്ടല്ല, അവർക്ക് വേറെ പാത്രം അവർക്ക് കഴുകാൻ വയ്യാനിട്ടല്ല. ഇത് സത്യം പറഞ്ഞാൽ ഇത് അനുമോളെ കൊണ്ട് കഴുകിപ്പിക്കാനുള്ള ഇവരുടെ ഒരു പണിയാണ്. അതായത് അനുമോളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുക. അന്ന് നെവിനാണെങ്കിൽ മറ്റേ സൈക്കിൾ ചവിട്ടുന്ന ടാസ്കിനിടയിൽ അനുമോളെ കൊണ്ട് കൂടുതൽ തന്നെ സൈക്കിൾ ചവിട്ടിപ്പിക്കാൻ വേണ്ടി നെവിൻ നോക്കിയില്ലേ, പാത്രം കഴുകിയ പാത്രം തന്നെ പിന്നെയും കഴുകി. സെയിം കണ്ടന്റ് തന്നെയാണ്, സെയിം കാര്യം തന്നെയാണ് അവിടെ ഇന്ന് നടന്നത്. അപ്പൊ എന്ത് ചെയ്തു, അനുമോള് പറഞ്ഞു അനുമോള് കഴുകില്ല, ചായ ചൂടാക്കിയിട്ട് അനുമോൾ ഇന്ന് കഴുകില്ല എന്ന് പറയാണ്. ആൻഡ് ഇത് ഷാനവാസിനെ കൊണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഷാനവാസ് പറയാണ് ഇന്നലെ ഞാനല്ല കിച്ചൺ മോർണിംഗ് ഡ്യൂട്ടി മോർണിംഗ് ഡ്യൂട്ടി അത് ഞാനാണ്, പക്ഷെ ഇത് ക്ലീൻ ചെയ്യേണ്ട കാര്യം ഇല്ല എന്ന് ആര് പറയണം, ഷാനവാസും പറയാണ്. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാമേ. അങ്ങനെയാണ് ഇവര് വെസലിന്റെ കാര്യത്തിലാണ് ഈ ഒരു ഫൈറ്റ് ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം വൃത്തിയില്ലെന്നും പറഞ്ഞ് അത് അവിടെ നടക്കുകയാണ്. ഇതിന് ശേഷം അനുമോള് കഴുകാൻ വില്ലിങ് ആവുന്നില്ല, ഷാനവാസും കഴുകാൻ വില്ലിങ് ആവുന്നില്ല. ആൻഡ് ഇതിന് ശേഷമാണ് ഇവര് കിച്ചൺ ക്യാപ്റ്റൻ പറയാണ്, അതായത് കിച്ചൺ ക്യാപ്റ്റൻ ആണോ നെവിൻ പറയാണ്, ഈ വെസല് കഴുകാതെ ഇവിടെ ഇന്ന് ഒരു ഫുഡും വയ്ക്കില്ല. മരുന്ന് കഴിക്കാനുള്ളവർ ഫ്രിഡ്ജിലിരിക്കുന്ന ഫുഡ് എടുത്ത് കഴിച്ചോണം, ചപ്പാത്തി എടുത്ത് ഇന്നലത്തെ ചപ്പാത്തി എടുത്ത് കഴിച്ചോണം. ഈ മരുന്ന് കഴിക്കാനുള്ളവർ എങ്ങനെയാണ് ഫ്രിഡ്ജിൽ ഇരിക്കുന്ന ആഹാരം ചൂടാക്കി കഴിക്കുന്നത് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിലിരിക്കുന്ന കാര്യം ചൂടാക്കി കഴിക്കുന്നത് അൺഹെൽത്തി ആയിട്ടുള്ള ഒരു മാറ്റർ തന്നെയാണ്. അത് ഉള്ള കാര്യം തുറന്നു പറയാതിരിക്കാൻ പറ്റൂല. ആൻഡ് ഇതാരും വില്ലിങ് ആവുന്നില്ല, ഫ്രിഡ്ജിലിരിക്കുന്ന ഫുഡ് ചൂടാക്കി കഴിക്കാൻ ആർക്കും വേണ്ട എന്ന് പറയണം അവിടെ. ആൻഡ് അങ്ങനെയാണെങ്കിൽ പാത്രം കഴുകി തരാൻ വേണ്ടി അവിടെ കിച്ചണിലുള്ളവർ പറയുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം ഷാനവാസ് എന്ത് ചെയ്യുന്നു, ഷാനവാസിൽ വെസൽ ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം പറഞ്ഞ് പെയിന്റ് നമ്മുടെ പാൻ അല്ലേ, നോൺ സ്റ്റിക്കിന്റെ ആ ഒരു വലിയ പാത്രം അല്ലേ, അപ്പം അതിന്റെ ഇത് ഇളവിയതാണെന്ന് പറയുന്നു. പിന്നെ നോക്കിയപ്പം അവരോട് തന്നെ കഴുകാൻ വേണ്ടി പക്ഷെ സാബുമാൻ നോക്കിയപ്പോൾ ചെറിയതായി ഇവിടെ ഇതൊക്കെ ഉണ്ട്, എന്നാ പിന്നെ അവരെന്നെ കഴിവട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷാനവാസിനോട് അനുമോള് പറയുന്നുണ്ട് കഴുകരുതെന്ന്, ഷാനവാസൊക്കെ പാത്രം കഴുകണ്ട എന്ന് അനുമോള് പറയുന്നുണ്ട്. അനുമോള് പറയുന്നത് എന്താന്ന് വെച്ചാൽ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ക്യാപ്റ്റൻസ് നോക്കും. ശരി തന്നെയാണ്, അനുമോളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നത് തന്നെയാണെന്ന് അനുമോൾ അവിടെ പറയാണ്. ഉള്ള കാര്യം തന്നെയല്ലേ, അനുമോളെ കൊണ്ട് മാക്സിമം അവിടെ ജോലി ചെയ്യിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്തു, അനുമോളും നെവിനും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നുണ്ട്. ആൻഡ് അനുമോളെ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ എന്നും ഉദ്ഘാടികയെ അങ്ങനെ എന്തോ ഒരു വാക്ക് വെക്കാൻ അനുമോളെ വിളിക്കുന്നുണ്ട്. ആൻഡ് നെവിൻ ഈ പറയുന്ന ഒരു വാക്കുകളൊന്നും ശരിയില്ലെന്ന് പറഞ്ഞ് അനീഷ് നെവിനുമായിട്ട് വഴക്കിടുകയാണ്. ആൻഡ് അതിനുശേഷം ഫുഡ് ടൈമിന് കിട്ടാത്തതിന്, ഫുഡ് ടൈം ആയില്ല, ഒരു 11:45 ആയപ്പോഴും ഫുഡ് ആയിട്ടില്ല. അപ്പൊ എന്ത് ചെയ്തു, നൂറ പോയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങുക. നൂറ എന്ത് ചെയ്തു, നൂറ പോയിട്ട് ചപ്പാത്തിക്ക് എന്തോ കുഴയ്ക്കാൻ തുടങ്ങിയപ്പം ഇവരാരും സമ്മതിക്കുന്നില്ല, ഞാനും സമ്മതിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഫുഡ് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അവരാരും സമ്മതിക്കുന്നില്ല. ഈ കിച്ചൺ ടീമിലുള്ള ഈ ക്യാപ്റ്റന്മാര് 3 പേര് സമ്മതിക്കുന്നില്ല. അവിടെയാണ് ഫൈറ്റ് ഉണ്ടാകുന്നത്. ഈ സമയം നെവിൻ എന്ത് ചെയ്തു, ഉള്ള പനീറും യോഗേർട്ടും പാലിന്റെ അതൊക്കെ എടുത്തു മാറ്റി അവര് 3 കൂടെ കഴിക്കാൻ കൊണ്ടുപോവാണ്. അപ്പം ഇതിന്റെ പേര് ഷാനവാസും അവിടെ എല്ലാവരും ഭയങ്കര ബഹളം വയ്ക്കുന്നുണ്ട്. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, നെവിന്റെ കയ്യിൽ നിന്നും ഇത് പിടിച്ചു വാങ്ങാൻ വേണ്ടി ഷാനവാസ് നോക്കുകയാണ്. ശരിക്കും നെവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ വേണ്ടി നോക്കുകയാണ്. അപ്പം ഈ പാലവിടെ ഒഴിച്ചിട്ട് പാലിന്റെ ആ ഒരു പാലിന്റെ യോഗട്ടോ എന്തോ പാലാണെന്ന് തോന്നുന്നു, അത് എടുത്ത് നെവിൻ എന്ത് ചെയ്തു, ഷാനവാസിനെ നെഞ്ചിലേക്ക് ഇട്ടു. അപ്പൊ ഷാനവാസിന്റെ പെട്ടെന്ന് എന്ത് ചെയ്തു, ഷാനവാസ് പെട്ടെന്ന് പാനിക്കായിട്ട് വീഴുകയാണ്, വേദന എടുത്ത് വീഴുകയാണ് പിന്നെ കാണുന്നത്. ആൻഡ് ഇവര് അപ്പൊ തന്നെ ഈ 3 ക്യാപ്റ്റന്മാരും കൂടെ ചാടിത്തുള്ളിക്കൊണ്ട് പറയാണ് ഇത് ഡ്രാമയാണ്, ഡ്രാമ കളിക്കേണ്ട, ഫിസിക്കൽ അസോൾട്ട് കാണിക്കാൻ വേണ്ടി ഡ്രാമ കളിക്കണം എന്ന് പറയാണ്. അതിന്റെ എല്ലാവരും പോയിട്ട് താങ്ങി പിടിക്കുന്നുണ്ട്. അപ്പൊ താങ്ങി പിടിക്കുമ്പോൾ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇതിനിടയ്ക്ക് കയ്യാങ്കളി വേണം ബിഗ് ബോസ് പറയുന്നുണ്ട്. and ഇതിനിടയ്ക്ക് ഷാനവാസിനെ കൺഫ്യൂഷൻ റൂമിലോട്ട് കൊണ്ടുവരാൻ ബിഗ് ബോസ് പറയാണ്. അപ്പൊ ഷാനവാസ് അവിടെ പാനിക്കായിട്ട് ഷാനവാസ് അവിടെ വീണ് കിടക്കുകയാണ്. ഷാനവാസിന് ശ്വാസം എടുക്കാനൊന്നും പറ്റുന്നില്ല, തളർന്ന് എന്ന് വെച്ചാൽ അവിടെ തന്നെ ഷാനവാസ് അങ്ങ് വിറച്ച് കിടക്കുകയാണ്. അപ്പം അക്ബറിന് ചെറിയൊരു പേടി ഇളവി. അക്ബർ വന്നിട്ട് ഷാനവാസിക്ക് എന്താ ഇക്കാന്ന് പറഞ്ഞാൽ അക്ബർ പേടി ഇളവിയതാണ്, ഇതിന്റെ കുഴപ്പമാണെന്ന് വിചാരിച്ചിട്ടാണോ അതോ അഭിനയമാണോ ഷാനവാസിനെ കളിയാക്കണമെന്ന് അറിയില്ല. എനിക്ക് തോന്നിയത് പേടി ഇളവിയിട്ടാണെന്നാണ്. അങ്ങനെ ഷാനവാസിനെ വന്നിട്ട് സഹായിക്കാൻ വേണ്ടി പില്ലോ ഒക്കെ എടുത്ത് ആരും പില്ലോ ഒക്കെ കൊണ്ടുവന്ന് നോക്കുന്നുണ്ട്. നെവിൻ ഇവിടെ ഇങ്ങനെ ഇത് നോക്കി നിപ്പുണ്ട്. ആ സമയത്ത് അനുമോളും
നൂറെ ആദിലെ എല്ലാം കൂടെ കണക്കിന് ഇമാർക്ക് 3 പേർക്കും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അനീഷിനാണെങ്കിൽ അനീഷിന് പേടിയായിട്ട് അനീഷ് ഷാനവാസെ കൺഫെഷൻ റൂമിൽ പോകാന്നും പറഞ്ഞ് എങ്ങനെയോ താങ്ങി പിടിച്ചുകൊണ്ട് ഇതിനിടയ്ക്ക് വേറൊരു കാര്യം നടന്നുകൊണ്ട് ഇതിനിടയ്ക്ക് ആര്യനോ നെവിനോ അനുമോളെ നല്ലൊരു അടി അടിച്ചിട്ടുണ്ട്. അത് പക്ഷെ ഉമ്മൻ കാണിച്ചില്ല, ലൈവിൽ കണ്ടിട്ടുള്ളവർക്കറിയാം. അനുമോളെ നല്ലൊരു അടി ഷാനവാസ് നെവിനോ ആര്യനോ എന്തോ ആണ്, എനിക്ക് ഓർക്കുന്നില്ല, ഇതിൽ എപ്പിസോഡിൽ കാണിച്ചൊന്നും അറിയില്ല. സത്യം പറഞ്ഞ ഈ എയർടെലുകാരെ കൊണ്ട് തോച്ചു, കാരണം നെറ്റ് നേരം കിട്ടുന്നില്ല. അനുമോളെ നല്ലൊരു അടി അടിച്ചിട്ടുണ്ടായിരുന്നു, ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട്. അത് ഫിസിക്കൽ അസോൾട്ടിന്റെ കാര്യം ഉണ്ടായിരുന്നു, കാരണം അനുമോളെ അടിക്കുന്ന ശബ്ദം മൈക്കിലൂടെ കേൾക്കായിരുന്നു. അനുമോളെ നല്ലൊരു അടി അടിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതൊന്നും എയർ ആയിട്ടില്ല കേട്ടോ എപ്പിസോഡിൽ. ഞാൻ കണ്ടിട്ടില്ല, കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിടുക. അപ്പം ഈ സമയത്താണ് എങ്ങനെയോ കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോവാണ്. ഈ സമയത്ത് ക്യാപ്റ്റന്മാരുടെ പവർ കാണിക്കാൻ വേണ്ടി അവരവിടെ നോക്കുകയാണ്. ആൻഡ് ഞങ്ങൾ ക്യാപ്റ്റനാണ്, ഞങ്ങളെ കൊണ്ടുപോയിക്കണം എന്നും പറഞ്ഞിട്ട് ജെവിനും കൂടെ കിടന്ന് ക്യാപ്റ്റന്മാരെല്ലാവരും വാന്നും പറഞ്ഞ് അവിടെ കിടന്ന് ബോളം വെക്കുന്നുണ്ട്. അവിടെ അനുമോളും എസ്പെഷ്യലി അനുമോളാണ് ജെവിനെ കുറെ പറയുന്നുണ്ട് അവിടെ ഇട്ട്. പറയേണ്ട കാര്യമുണ്ട്. ഇയാളെ ഇറങ്ങുന്ന ഡ്രാമ എന്ന് പറഞ്ഞാൽ നിങ്ങളൊക്കെ എന്തിനാണ് ക്യാപ്റ്റനാണെന്ന് പറഞ്ഞ് നടക്കുന്നതെന്ന് പറഞ്ഞ് മനുഷ്യരാണ് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞ് കുറെ കൊടുക്കുന്നുണ്ട് അനുമോള്. പിന്നെ എല്ലാരും പട്ടാഗേൾസ് ഫുൾ ഓഫ് കുറെ കൊടുക്കുന്നുണ്ട്. ആൻഡ് എല്ലാരും കയറിയിട്ടുണ്ട് കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി അവിടെ കിടക്കാം. അപ്പൊ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, ഡോക്ടേഴ്സ് അവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, ഷാനവാസിനെ ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാണ് അവിടെ നടക്കുന്നത്. പക്ഷെ കൺഫെഷൻ റൂമിൽ കൊണ്ടുപോയി കുറെ സമയം എടുത്തു അവിടെ ഒത്തിരി, കാരണം ഷാനവാസിന് എണീക്കാൻ വയ്യാതെ അവിടെ നിൽക്കുകയാണ്. ആൻഡ് ഈ സമയത്ത് അനീഷ് പോയിട്ട് ഫ്ലോർ ക്ലീൻ ചെയ്യുന്നുണ്ട്. ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇവരെല്ലാവരും ലിവിങ് ഏരിയ ഇരിക്കുന്ന സമയത്ത് പട്ടാ ഗേൾസും ആൻജി പട്ടാ ബോയ്സും കൂടെ അങ്ങോട്ട് നല്ല വാക്കേജ് ഉണ്ടാകുന്നുണ്ട്. എന്നിട്ട് ആര്യൻ പറയാണ് ഷാനവാസ് ഓവർ ആക്ട് ചെയ്താണ് പോയതെന്ന് ആര്യൻ പറയാണ്. മോശം, നല്ല മോശം. ഒരാൾ ഫിസിക്കൽ കണ്ടീഷൻ വെച്ചിട്ട് ആര്യനൊരു എന്താണ് അന്ന് ശൈത്യയുടെ സ്റ്റോറി പറയുമ്പോൾ ആര്യൻ അവിടെ കിടന്ന് ഭയങ്കര ചിരിയായിരുന്നു. ആര്യൻ എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റി ഉള്ള കാര്യം തുറന്നു പറഞ്ഞാൽ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി ഹ്യൂമാനിറ്റി പറഞ്ഞുകൊണ്ട് നടക്കുന്നെങ്കിലും ഉള്ളിൽ ഒരു തരി പോലും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ആളാണ് ആര്യൻ. ഉള്ളതുപോലെ തുറന്നു പറയാം, ഒരു തരി പോലും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ആളാണ് ആര്യൻ. അവിടെ എന്റെ ഇതില് ഞാൻ ഒരു കാര്യം പറയാം, അവിടെ ഏറ്റവും ഹ്യൂമാനിറ്റി ഉള്ളത് അനീഷിന് മാത്രമാണ്. ഞാൻ പറയുന്നു മനുഷ്യത്വം, ഹ്യൂമാനിറ്റി എന്നുള്ളത് ഏറ്റവും ഉള്ളത് അത് അനീഷിന് മാത്രമാണ്. അത് വേറെ ആർക്കും ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഏറ്റവും നന്നായിട്ട് ഒരു മനുഷ്യത്വമായിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്റെ കാഴ്ചപ്പാടിൽ അത് അനീഷ് മാത്രമാണ്. ഇൻ മൈ പോയിന്റ് ഓഫ് വ്യൂ അത് അനീഷ് മാത്രമാണ്, പറയാതിരിക്കാൻ പറ്റൂല. ആര്യന്റെ ഹ്യൂമാനിറ്റി വെറും ഡ്രാമ തന്നെയാണ്. അത് ഫസ്റ്റ് എപ്പിസോഡ് മുതൽ ഇപ്പോഴും വരെ ഈ ഹ്യൂമാനിറ്റി ഡ്രാമ അവിടെ നടക്കുന്നുണ്ട്. ആര്യന്റെ അത് വിജയിച്ച് പോകുന്നുണ്ട്, പ്രഷർ വോട്ട് കൊടുത്ത് വിടുന്നുമുണ്ട്. അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഡോക്ടേഴ്സ് എല്ലാവരും കൂടെ. ഇതിനുശേഷം ലിവിങ് ഏരിയയിൽ വന്ന് പിടിച്ചിരുത്തിയതിനു ശേഷം നെവിന് നല്ലപോലെ വാണിംഗ് കൊടുക്കുന്നുണ്ട്. നെവിന് വാണിംഗ് കൊടുക്കുന്ന ക്ലിയർ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ, കാരണം ബിഗ് ബോസ് വിളിച്ചിട്ടുള്ള നെവിൻ എണീക്കാതിരിക്കുകയാണ്. എന്നിട്ട് നെവിനെ ബിഗ് ബോസ് എണീപ്പിച്ച് നിർത്തിയിട്ടാണ് നെവിന് വാണിംഗ് കൊടുക്കുന്നത്. ഇനി ആരിങ്ങനെ ഇവിടുന്ന് ഇറക്കി വിടുന്നതും ഇറങ്ങിപ്പോകുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതുകൊണ്ട് മേലെ ഇനി ഇത് ആവർത്തിക്കരുത്. ലാസ്റ്റ് വാണിംഗ് ആണ് നെവിനും കൊടുക്കുന്നത്. ബാക്കി വീട്ടുകാർക്ക് ഇമാതിരി കാര്യങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള വാക്കേച്ചങ്ങളാവാം, പക്ഷേ ഫിസിക്കലായിട്ട് ഒന്നും ചെയ്യരുതെന്ന് ബിഗ് ബോസ് കർശനമായിട്ട് വാണിംഗ് കൊടുക്കുകയാണ്. ആൻഡ് ഇതിനുശേഷം നമ്മുടെ കൺഫെഷൻ റൂമിൽ എന്ത് ചെയ്യണം, ഷാനവാസിന്റെ ബിഗ് ബോസ് സംസാരിക്കുകയാണ്. ഷാനവാസിനെ ഹോസ്പിറ്റലിലോട്ട് മാറ്റുകയാണ്. അതിനുശേഷം നെവിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി. ഈ സംഭവം വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം വിദഗ്ധ പരിശോധനയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞ് വീട്ടുകാരോട് പറഞ്ഞതിന് ശേഷം നെവിനെ കൺഫെഷൻ റൂമിൽ വിളിച്ചു വരുത്തിയിട്ട് ഷാനവാസ് വന്നതിന് ശേഷം ബാക്കി എന്താണെന്ന് വെച്ചാൽ ബാക്കി നടപടികൾ ഉണ്ടായിരിക്കുമെന്ന് നെവിനെ അറിയിക്കുന്നു. നെവിനെ പോവാൻ പറയുന്നു. നെവിന്റെ ബാക്കി ഒന്നും ബിഗ് ബോസ് പറയാൻ കേൾക്കുന്നില്ല. ആൻഡ് ഇതിനു ശേഷം നെവിൻ ഇവിടെ നിന്ന് പറയാണ് ഐ എം റെഡി ടു ഫേസ് ദ ഇജക്ഷൻ. അതായത് നെവിനെ ഇറങ്ങി പോവാൻ നോക്കുകയാണെന്ന് പറഞ്ഞിട്ട് നെവിൻ പോയിട്ട് എന്ത് ചെയ്യാണ്, പെട്ടിയൊക്കെ പാക്ക് ചെയ്യാണ്. അതായത് നെവിൻ ഒരു കുലുക്കവും ഇല്ല, അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നെവിനോട്. ആൻഡ് ആദിലയും നൂറയും കൂടെ കിച്ചണിൽ ആ സമയത്ത് പോയിട്ട് പറയാണ് ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണ്ട, ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒന്നും വേണ്ട, ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കണം, 3 പേർക്ക് ഫുഡ് ഉണ്ടാക്കണ്ടെന്ന് ഇവര് പറയാണ്. ആദിലയും നൂറയും പോയിട്ട് പറയാണ്.
ആൻഡ് ഈ സമയത്ത് അനീഷ് എന്ത് ചെയ്തു, അനീഷിന് മനം പുരട്ടിച്ച് അനീഷ് പോയിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഫുഡിന്റെ തന്നെയാണ്. അപ്പൊ അനീഷ് എന്ത് ചെയ്തു, അനീഷിനെ കൺഫെഷൻ റൂമിലോട്ട് ബിഗ് ബോസ് വിളിക്കുകയാണ് മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട്. ആൻഡ് ഇതിന് ശേഷം അനു ആദിലും തമ്മിലുള്ള ടോക്കാണ്. അതായത് ഈ സംഭവം പാലെറിഞ്ഞ സംഭവം ആദിൽ അനുവിന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് അനുമോൾ അവിടെ ഇല്ലായിരുന്നു തോന്നുന്നു കേട്ടോ. ആൻഡ് ഇതിന് ശേഷം പട്ടാ ഗേൾസ് എന്ത് ചെയ്യാണ്, അവര് തന്നെ ഫുഡ് വേണ്ടെന്ന് പറയാണ്. അതായത് ഫുഡ് ആയിട്ടുണ്ടെന്ന് ആരും പറഞ്ഞപ്പോൾ അവർക്ക് ഫുഡ് വേണ്ടെന്ന് പറയണം. അപ്പൊ അനീഷ് ചോദ്യം ചെയ്യുന്നത് എന്താണ് നിങ്ങൾക്ക് ഫുഡ് വേണ്ടത്? ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് വേണ്ട. ഇതെന്താന്ന് വെച്ചാൽ ഈ ഒരു സംഭവത്തിന് ശേഷം ഇവര് കയറി ഫുഡൊക്കെ മര്യാദയ്ക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അതാണ് സംഭവം. ആൻഡ് അപ്പൊ നെവിൻ ഇവിടെ പറയാണ് കിച്ചണിൽ ആർക്ക് എപ്പ വേണമെങ്കിലും വന്നുണ്ടാക്കാം. ഇന്നലെ അല്ല, കുറച്ച് രാവിലെ വരെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, പണിയെടുക്കാത്തവർക്ക് ഫുഡ് പോലും കൊടുക്കില്ലെന്ന് പറഞ്ഞവരാണ് ഇന്ന് വിഷയം മാറ്റി ആർക്ക് വേണമെങ്കിലും വന്ന് ഫുഡ് ഉണ്ടാക്കാം. അത് ഇവര് ഗേൾസ് 3 പേരും പൊളിച്ചടുക്കി കൊടുക്കുന്നുണ്ട്. ആൻഡ് അല്ല ഇതിന് ശേഷം അടുക്കള രണ്ടാക്കുകയാണ്. അതായത് ഗേൾസിന് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നു, ബോയ്സ് സെപ്പറേറ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതായത് ബോയ്സ് ഫുഡ് ഉണ്ടാക്കിയതിനു ശേഷം ഗേൾസ് പോയിട്ട് രണ്ടാമതും അരിയിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ 2 അടുക്കളയായിട്ട് മാറിയിരിക്കുകയാണ്. ഗേൾസിന് വേറെ ബോയ്സിന് സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് 2 അടുക്കളയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിൽ ബോയ്സിന് ഇവർക്ക് ആര്യനും അക്ബറിനും ചെറിയൊരു പേടിയുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നെവിൻ കൂളായിട്ട് തന്നെ നിൽക്കുകയാണ്. മാത്രമല്ല കളിച്ചും ഈ അക്ബറും ആര്യനും ഒക്കെ കൂടി നെവിന് കളിച്ചും ചിരിച്ചും അവിടെ നടക്കുകയാണ്. ഇത്രയും ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള അവരെ ഇവിടെ കളിച്ച് ചിരിച്ച് അവിടെ നടക്കുന്നതാണ് കണ്ടത്. ഇവർക്ക് ഈ നാണം ഇല്ലെന്ന് ആദിലേക്ക് അവിടെ ചോദിക്കുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ അക്തിയാരെ കൊണ്ടുപോയിട്ട് ഇയാളെ കളിച്ച് തിരിച്ച് നടക്കാൻ നാണമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ക്യാപ്റ്റന്മാരാണെന്ന് പോലും എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ ടിക്കറ്റ് ഫിനാലയുടെ 5ാമത്തെ ടാസ്ക് ബിഗ് ബോസ് പറയണം. അതിനു മുമ്പ് ബിഗ് ബോസ് പറയുന്നുണ്ട് ഷാനവാസ് ഇന്ന് വരില്ല, ഡോക്ടർമാരുടെ വിദഗ്ധ ചികിത്സയ്ക്ക് ആയിട്ട് ഷാനവാസിനെ ഇന്ന് അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ബിഗ് ബോസ് പറയാണ്. ആൻഡ് അതിനുശേഷം ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 5 ചക്രവ്യൂഹമാണ്. അത് നമ്മളൊരു ടയറിൽ ഇങ്ങനെ ബോൾ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം. ബോൾ പുറത്ത് പോവുകയാണെങ്കിൽ അത് പെട്ടെന്ന് പുറത്ത് ചാടാൻ പറ്റുന്ന രീതിക്കാണ് ടയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. പുറത്ത് പോവുകയാണെങ്കിൽ ഔട്ടാണ്. അങ്ങനെ കുറെ നേരം കറക്റ്റ് ലാസ്റ്റ് വരെ നിൽക്കുന്ന ആളാരാണോ അയാളാണ് വിജയ്. അങ്ങനെ ആദ്യം തന്നെ അനുമോൾ ഔട്ടാവുകയാണ്. എന്നിട്ട് ആദിൽ ഔട്ടായി. പിന്നീട് അനീഷല്ല സാബുമാൻ, പിന്നെ അക്ബർ ഔട്ടാവുന്നു, ആര്യൻ ഔട്ടാവുന്നു, അനീഷ് ഔട്ടാവുന്നു, നൂറ ഔട്ടാവുന്നു, നെവിൻ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ നെവിനാണ് ഈ ടാസ്കിൽ വിജയിക്കുന്നത്. അങ്ങനെ നെവിൻ 8, പിന്നെ നൂറയ്ക്ക് 7, അക്ബറിന് 4, അല്ല നൂറയ്ക്ക് 7, അനീഷിന് 6, ആര്യന് 5, അക്ബറിന് 4, സാബുമാന് 3, ആദിലേക്ക് 2, അനുവിന് 1. ഇങ്ങനെയാണ് പോയിന്റ് പോകുന്നത്. ഈ പോയിന്റിന്റെ കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇതിന് ശേഷം നെവിൻ എന്ത് ചെയ്യുന്നത്, നെവിൻ അവിടെ ഇരുന്നിട്ട് നെവിന്റെ കാര്യം ന്യായീകരിച്ചിട്ട് ഒരു പാല് ഫാക്ടറിന് ഇങ്ങനെ അറ്റാക്ക് വരുമോ എന്നൊക്കെ പറഞ്ഞ് ഷോനവാസിനൊക്കെ പറഞ്ഞ് ഷാനവാസിനെ കുറ്റം പറയുന്നുണ്ട്. നെവിൻ അവിടെ സ്വന്തമായിട്ട് ഇരുന്ന് അക്ബറിന്റെ മുമ്പിൽ ന്യായീകരിക്കുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം ടിക്കറ്റ് ഫിനാലയുടെ 6th ടാസ്ക് ആണ് ഫിഷ് ട്രാപ്പ് എന്നാണ് പേര്. അതായത് ഫിഷിന്റെ മോഡൽ വെച്ചിരിക്കും, ഇവരുടെ മുള്ള് ഫിറ്റ് ചെയ്യാനുള്ള ടാസ്ക് ആണ്. അത് 3 സെക്ഷൻ ആയിട്ടുണ്ട്. അത് ഒരു കൈ യൂസ് ചെയ്ത് മാത്രമേ അത് ഈ ടാസ്ക് ചെയ്യാവൂ. അത് ഇവരെ ഒരു കൈ കൊണ്ട് തന്നെ ഇത് എടുത്തുകൊണ്ട് വന്ന് ആ ബാഗ് എടുത്തുകൊണ്ട് വന്ന് ഈ കൊളുത്തിലൂടെ ബാഗ് എടുത്തുകൊണ്ട് വന്ന് തുറന്ന് ഇത് സെറ്റ് ചെയ്യണം. അങ്ങനെയാണ്. ഇത്തിരി നമുക്ക് നല്ല കട്ടിയുള്ള ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഒരു കൈ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നല്ല കട്ടിയുള്ള ഒരു ടാസ്ക് തന്നെയാണ്. ഏറ്റവും കുറവ് സമയത്തിൽ ഇത് ഫിറ്റ് ചെയ്യുന്ന ആളാണ് വിജയ്. അപ്പം എന്ത് ചെയ്യാണ്, അവിടെ ടാസ്ക് തുടങ്ങുന്നു. ആദ്യം മത്സരിക്കുന്നത് സാബുമാനും ആദിലയും പിന്നെ നെവിനുമാണ്. ആൻഡ് രണ്ടാമത് മത്സരിക്കുന്ന അനുവും അക്ബറും ആര്യനുമാണ്. മൂന്നാമതായിട്ട് അനീഷും നൂറെ. അപ്പം ഇതില് വിൻ ചെയ്തിരിക്കുന്നത്, ഈ ടാസ്കിൽ വിൻ ചെയ്തിരിക്കുന്നത് അനുമോളാണ്. അനുമോള് 9 മിനിറ്റും 50 സെക്കൻഡും എടുത്താണ് അനുമോൾ വിൻ ചെയ്തത്. അങ്ങനെ അനുമോൾ ഫസ്റ്റ് വന്നു. സെക്കൻഡ് വന്നത് നമ്മുടെ അക്ബർ ആണ്. 3rd അനീഷ്, 4th നൂറ, 5th ആര്യൻ, 6th ഒരു സെക്കൻഡ് അനുവിന് 8 പോയിന്റ്, ആൻഡ് അക്ബറിന് 7 പോയിന്റ്, അനീഷിന് 6 പോയിന്റ്, ആര്യൻ 5 പോയിന്റ്, നൂറയ്ക്ക് 4 പോയിന്റ്, നെവിന് 3 പോയിന്റ്, സാബുവിന് 2 പോയിന്റ്, ആദിലേക്ക് 1 പോയിന്റ്. ഇങ്ങനെയാണ് പോയത്. അനുവാണ് ഈ ടാസ്കിൽ വിൻ ചെയ്തത്. ആൻഡ് ഈ സമയത്ത് ഈ ബിഗ് ബോസ് ഇത് ടാസ്ക് പറയുന്നതിനിടെ ഇവിടെ ഗേൾസും ആര്യനും തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടായി. അപ്പൊ ആ സമയത്ത് ഇതാണ് ഞാൻ ആര്യന്റെ ഭാഗത്തുള്ള ബിഹേവിയർ പറയുന്നത്. അതായത് ഈ സമയത്ത്
ഇത് ബിഗ് ബോസ് പാൽക്കുപ്പി ഉണ്ടോ ബിഗ് ബോസ് എന്ന് ആദ്യം ആര്യനെ കളിയാക്കുമ്പം അനുമോൾ വരുന്നത് സെർലാക്ക് ഉണ്ടാക്കി സെർലാക്ക് കലക്കി കുടിച്ചില്ലെന്ന് തോന്നുന്നതൊക്കെ അനുമോൾ പറയുന്നുണ്ട്. ഈ സമയത്ത് ആര്യൻ നൂറെ നോക്കി പറയാണ് പാലുണ്ടോ കുറച്ചെടുക്കാൻ എന്നും പറഞ്ഞ് ഒരുമാതിരി നോട്ടത്തിൽ സംസാരിക്കണം. ആക്ച്വലി അത് ഡബിൾ മീനിങ് ആണ്, വളരെ മോശമാണ്. അവർക്ക് ഡബിൾ മീനിങ് ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിങ്ങനെ പറഞ്ഞങ്ങ് പോയി. ആൻഡ് ഇതിന് ശേഷം ബിഗ് ബോസ് ഇതൊക്കെ അനൗൺസ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാണ്, ആദിലെയും പട്ടാ ഗേൾസ് തമ്മിൽ അവിടെ കൊടയും ചൂടി നിന്നിട്ട് ടോക്ക് കിടക്കാൻ. സംഭവം എന്താന്ന് വെച്ചാൽ ഇന്നലെ ടാസ്കിനിടയിൽ മറ്റേ ഈ പൗഡർ ടാസ്കിനിടയിൽ ആദിലെ എന്തോ മോശമായിട്ട് നോക്കി, നൂറേനെ മോശമായിട്ട് നോക്കിന്ന് ആര്യൻ മോശമായിട്ട് നോക്കി. അതായത് നൂറേനെ ആര്യൻ മോശമായിട്ട് നോക്കിയെന്ന് നൂറ തുറന്നു പറയാണ്. അത് ശരിക്കും ഞാനപ്പോൾ വിട്ടിട്ടുണ്ടായിരുന്നു, സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവൻ സോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവൻ ഈ ഡബിൾ മീനിങ് കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് കത്തിയത് എന്ന് നൂറ പറയുകയാണ്. അപ്പൊ ആദിലേക്ക് അത് സഹിക്കുന്നില്ല. ആദില ഇവള് എന്തിനാണ് അപ്പൊ പറയാത്ത പ്രതികരിക്കാതെന്ന് ആദില ചോദിച്ചാൽ ആദിലും നൂറ തമ്മിൽ പിണങ്ങുന്നുണ്ട്. ആൻഡ് അനുമോളോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അനുമോള് പറഞ്ഞു വിട്ടേക്ക്, ഇത് അവിടെ കഴിഞ്ഞല്ലോ. ശരിക്കും പറഞ്ഞാൽ അതവിടെ കഴിഞ്ഞു. ഇനി അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായിരുന്നെങ്കിൽ പ്രതികരിച്ചാൽ മതി. അപ്പം ആര്യൻ ഓൾറെഡി സോറി പറയുകയും ചെയ്തു. അപ്പം എന്ത് ചെയ്യാണ്, അങ്ങനെ ഇവർക്ക് വേണമെങ്കിൽ അത് റേസ് ചെയ്യാം, കംപ്ലൈന്റ് ആയിട്ട് റേസ് ചെയ്യാം. അങ്ങനെ നൂറ ആര്യനെതിരെ ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം തന്നെയാണ് ഇത് പറയുന്നത്. അപ്പം ഇത് ആദിലേക്ക് സഹിക്കുന്നില്ല, ആദില ഇത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞ് ആദിലേക്ക് സഹിക്കുന്നില്ല. ആദിലും നൂറയും തമ്മിലൊരു ഫൈറ്റ് അവിടെ ഉണ്ടാവുകയാണ്. നൂറ അത് റിയാക്ട് ചെയ്യാത്തതിൽ ആദിലേക്ക് പ്രോബ്ലം അവിടെ ഉണ്ടാകുകയാണ്. ആൻഡ് ഇതിനുശേഷം വിട്ടുകളയുമ്പോൾ അനുമോൾ ആദിലോട് പറയുന്നു ആൻഡ് സില്ലി മാറ്റർ ആണെന്ന് പറഞ്ഞ് നൂറ പോയിട്ട് ആദിലെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് വെസൽ ക്ലീൻ ചെയ്യുന്ന കാര്യം പറഞ്ഞ് ആര്യം പറയുന്നുണ്ട് ഇതുവരെ വെസൽ ക്ലീൻ ചെയ്യില്ല. അപ്പൊ അനുമോൾ പറയുന്നുണ്ട് ഇന്ന് നമ്മൾ കഴിച്ച പാത്രം, നമ്മൾ ഉണ്ടാക്കിയ എല്ലാം നമ്മൾ വെസൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്, ഇത് അവര് കഴിച്ച പാത്രമാണ്, ആ വെസൽ ഞാൻ ക്ലീൻ ചെയ്യില്ല എന്ന് അനുമോൾ പറയുകയാണ്. എന്നിട്ട് ഈ പാത്രമൊക്കെ പോയി നോക്കിയിട്ട് വെക്കുകയാണ്, കാരണം ഇവര് നാളെ പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ. അങ്ങനെയാണ് ഇവരെന്താ വെച്ചാൽ ഇവര് നാളെ നമുക്ക് ഫുഡ് തരുവാണെങ്കിൽ ആ വെസൽ ഞാൻ ക്ലീൻ ചെയ്യുമെന്ന് അനുമോൾ പറയാണ്. അപ്പം ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞ ഒരു വല്ലാത്തൊരു എപ്പിസോഡായിരുന്നു. ഇന്നലെയും ഇന്നുമായിട്ട് ഇന്നലെ ഇത്ര നെഗറ്റീവ് ആയിരുന്നു, പക്ഷെ ഇന്നും അതിനേക്കാൾ നെഗറ്റീവ് ആയിരുന്നു. ഒരിക്കലും നടക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ഈ ബിഗ് ബോസിൽ നടന്നത്. സത്യം പറയാം, ഇത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റൂല. ടോട്ടൽ പോയിന്റ്സിൽ നൂറ തന്നെയാണ് ലീഡ് ചെയ്യുന്നത്, 41. ആര്യൻ 39 പോയിന്റ്സ്, അക്ബർ 34 പോയിന്റ്സ്, നെവിൻ 32 പോയിന്റ്സ്, അനു 28 പോയിന്റ്സ്, സാബു 24 പോയിന്റ്സ്, അനീഷ് 23 പോയിന്റ്സ്, ആദില 19 പോയിന്റ്സ്, ഷാനവാസ് 13 പോയിന്റ്സ്. ഇതില് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഇതോടുകൂടി അവസാനിക്കുകയാണെങ്കിൽ നൂറയാണ് വിൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നാളെ ടാസ്ക് കൊടുത്തിട്ട് ഇതിപ്പം 6 ടാസ്കുകളെ ആയുള്ളൂ. ഇനി മിക്കവാറും നാളെ 7ന്റെ പണിയായിട്ടുള്ള എന്തെങ്കിലും ടാസ്ക് കൊടുക്കുമെന്നറിയില്ല. അങ്ങനെ ആ ടാസ്കിൽ നൂറ വിൻ ചെയ്യുകയാണെങ്കിൽ നൂറ ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്യും. ഓക്കെ, ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്യും എന്നാണ് തോന്നുന്നത്. ഇനി ആരും കയറി വരുമോന്ന് അറിഞ്ഞുകൂടാ. നൂറ ആയിരിക്കും മിക്കവാറും ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്യുന്നത്, അത് ഉറപ്പാണ്. പക്ഷെ ഇന്ന് അനുമോൾ ഒരു ടാസ്ക് വിൻ ചെയ്തുകൊണ്ട് അനുമോൾ ഇത്തിരി കയറി വന്നു. നെവിൻ 4th നിൽക്കുന്നതുകൊണ്ട് അനുമോൾക്ക് അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. നെവിൻ ഇന്നൊരു ടാസ്ക് വിജയിച്ചു. ആൻഡ് അനീഷ് ഇത്തിരി നന്നായിട്ട് കയറി വന്നിട്ടുണ്ട്, പക്ഷെ വലിയൊരു കയറ്റമല്ല. എനിവേ, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റൂല, നെവിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന മഹാമോശമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു അത്രത്തോളം ഒരാളെ പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്. ഒരാളെ പേഴ്സണലി മോശക്കാരിയാക്കുകയും എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ക്വസ്റ്റ്യൻ എന്നൊക്കെ വിളിച്ച് അത് ഗെയിമായിട്ട് എടുക്കാം. ബട്ട് ഓൾവേസ് അതിനേക്കാൾ അപ്പുറം മോശമാക്കും. ഇന്നലെ ട്രിവാൻഡ്രം സ്ലാങ്ങിനെ വരെ കളിയാക്കിയിട്ട് ബിഹേവ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നെവിൻ അത്രത്തോളം പേഴ്സണലിയാണ് അനുമോളെ അറ്റാക്ക് ചെയ്യുന്നത്. ആൻഡ് അത് ഡിഫെൻഡ് ചെയ്തതാണ് ഷാനവാസ്. അപ്പോഴാണ് ഇത് ഫിസിക്കലായിട്ട് മാറിയത്. എനിവേ, ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇനി ലാലേട്ടൻ വന്നിട്ട് നെവിന് മഞ്ഞക്കാട് കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇനി മഞ്ഞക്കാട് കൊടുത്തിട്ട് എന്തിനാണ്? മിക്കവാറും നെവിൻ നല്ലതുപോലെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. മിക്കവാറും ഈ അക്ബറിന് ഉൾപ്പെടെയുള്ള വോട്ടെല്ലാം മിക്കവാറും സാബുമാന് പോകാനാണ് ചാൻസ് ഉള്ളത് കേട്ടോ. സാബുമാന് പോകാനാണ് ചാൻസ്, മാറ്റിക്കുത്താനാണ് ചാൻസ്. അതായത് സാബുമാൻ അവിടെ നോട്ടാക്കി നിർത്തി വെച്ചും സാബുമാന് പോകാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും ഇവരെ ഭാഗത്തുനിന്നുണ്ടായത് വളരെ വളരെ മോശമായിട്ടുള്ള കാര്യമാണ്.
അതുമാതിരി ഈ 3 ക്യാപ്റ്റന്മാരും പറയാതിരിക്കാൻ പറ്റൂല, ഇവര് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞു. ഇവരെ റിയൽ സ്വഭാവം പുറത്തു വന്നു കഴിഞ്ഞു. ഇവർ ഇത്രയും ദിവസം കാണിച്ചു കൂട്ടിയത് അത്രത്തോളം ക്രൂരതയാണെന്ന് മനസ്സിലായി. ഇവിടെ ക്രൂര മുഖമൊക്കെ പുറത്തു വന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആൻഡ് അപ്പം ഇനി നാളെ എന്തായിരിക്കും, നാളെ ഇനി ഷാനവാസ് തിരികെ വരുമോ, നാളത്തെ ടാസ്ക് എന്താണ്, ടിക്കറ്റ് ഫിനാലെ നൂറ് തന്നെ കൊണ്ടുപോകുമോ, നമുക്ക് നോക്കാം. സോ താങ്ക് യു ഓൾ. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് റിവ്യൂസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ടാറ്റ ആൻഡ് താങ്ക് യു.